ലൂക്കോസ് 13:10 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 18 സംവത്സരമായി ഒരു രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവളായി അഥവാ ബാധിക്കപ്പെട്ടവളായി ഒരു സ്ത്രീ, ഒരു കൂനിയായ സ്ത്രീ ആ ആലയത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. എന്നാൽ ചിലർ ഇത് ശബത്തത്രേ, ഇന്ന് വേല ചെയ്യുവാൻ പാടില്ല, ഇന്ന് സൗഖ്യമാക്കാൻ പാടില്ല, മറ്റു ദിവസങ്ങൾ ഉണ്ടല്ലോ, ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യമാക്കാം. എന്നാൽ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അബ്രഹാമിൻ്റെ മകളായ ഇവരുടെ ബന്ധനങ്ങളെ ഈ ശബത്തിൽ അഴിച്ച് വിടേണ്ടത് അല്ലയോ? ആ നാളുകളിൽ അവിടെ നിലനിന്നിരുന്ന ചില പ്രമാണങ്ങളുടെ, ചില പാരമ്പര്യങ്ങളുടെ അനുസൃതമായി ആ വിടുതലിന് അവൾ അനുഭവിക്കേണ്ടിയ, അവൾ പ്രാപിക്കേണ്ടിയ സൗഖ്യത്തിന് വിരോധമായി ചില പാരമ്പര്യങ്ങൾ, ചില പാരമ്പര്യക്കാർ വിരോധമായി എഴുന്നേറ്റ് വന്നപ്പോൾ യേശു നിന്നുകൊണ്ട് ആ പാരമ്പര്യങ്ങളെ നീക്കി, ആ പാരമ്പര്യത്തിൻ്റെ സകല ചട്ടക്കൂടുകളെ പൊളിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു, അബ്രഹാമിന്റെ മകളായ ഇവളുടെ ബന്ധനങ്ങൾ അഴിക്കേണ്ടത് അല്ലയോ? ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ രോഗങ്ങളും രോഗങ്ങളല്ല, പകരം ചില രോഗങ്ങൾ ബന്ധനങ്ങളായിരിക്കാം. എങ്കിൽ ഇന്ന് എൻ്റെ കർത്താവ് നിന്നെ ബാധിച്ചിരിക്കുന്ന, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ആ രോഗബന്ധനങ്ങളെ കർത്താവ് ചില പാരമ്പര്യങ്ങൾ അഥവാ നിന്റെ സൗഖ്യത്തിന് തടയായി നിന്നുകൊണ്ട്, നിന്റെ സൗഖ്യത്തിന് എതിരായി നിന്നുകൊണ്ട് ചില മനുഷ്യരാകാം, പിശാചാകാം നിനക്കെതിരെ എഴുന്നേറ്റു വന്നാലും ദൈവം അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നൽകേണ്ട വിടുതലുകളെ, തടസ്സങ്ങളെ നീക്കി ഇന്ന് കർത്താവ് നിന്നിലേക്ക് നൽകാൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.